നമ്മളിന്ന് ഒരു കളർ ചലഞ്ചാണ് നടത്താൻ പോകുന്നത്. ഇവിടെ ഞാൻ സ്കെച്ച്, പെൻസിൽ കളർ, അതുപോലെ തന്നെ ക്രയോൺസും വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഇതേപോലെ ഒരു ചെറിയ പേപ്പറിലാക്കി എഴുതിയിട്ട് ഇവർക്ക് എടുക്കാൻ കൊടുക്കും. അവർ ഏതെടുക്കുന്നോ അത് വെച്ചിട്ട് ഞാൻ പറയുന്ന ചിത്രം അവർ വരയ്ക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3 പേര് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വൈദേഹിനോട് ചോദിക്കാം. അപ്പോൾ വൈദേഹിക്ക് കിട്ടിയിട്ടുള്ള പെൻസിൽ കളറാണ് കേട്ടോ. ആൻഡ് ദെൻ ആദ്യക്ക് ക്രയോൺസും അതുപോലെ തന്നെ വേദയ്ക്ക് സ്കെച്ച് പെൻസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് എടുത്തപ്പോഴും ഞങ്ങൾക്ക് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുമ്പ് എടുത്തത് 2 ദിവസം മുമ്പായിരുന്നു. അപ്പോഴേക്ക് വൈദേഹിയും വേദയും പോകാനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യാനോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ എടുത്ത് തീർക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ക്രയോൺസും പെൻസിൽ കളറും സ്കെച്ച് പെൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ നറുക്കെടുത്ത സാധനം അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നു ഗൈസ്. ഇനി നമുക്ക് പെൻസിൽ കൊടുക്കണം. ഈ പെൻസിലിന് ഒരു ഇതുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ 1 2 3 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഇത് 1, അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ ഞാൻ 1 2 3 എന്ന് ടെസ്റ്റായിട്ട് എഴുതി കാണിക്കും. അതിൽ അവർ പറയുന്നത് ഏതാണോ അത് അവർക്ക് എടുക്കാം. 1 2 3 പറഞ്ഞു. വൈദേഹിക്ക് 1ഉം ആദിക്ക് 2ഉം വേദയ്ക്ക് 3ഉമാണ് കിട്ടിയിട്ടുള്ളത്. വൈദേഹിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പെൻസിൽ, ആദിക്ക് ഒരു HB പെൻസിൽ ആൻഡ് വേദയ്ക്ക് 10B പെൻസിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് പണിയാണെന്ന് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോണ വേദയ്ക്കാണ്, ബിക്കോസ് 10B പെൻസിലാണ്. ആൻഡ് അത് കുറിപ്പിക്കാനുള്ള കട്ടർ നോക്കാൻ പോയതാണ് ആദ്യം. സ്കെച്ച് വെച്ച് വേദ എങ്ങനെ വരയ്ക്കും, എന്ത് വരയ്ക്കും ഒന്നും അറിയില്ല എന്നാണ് അവളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനി വരയ്ക്കാനുള്ള സാധനം എന്താണെന്ന് ഞാനാണ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പിക്ചർ. ഇവരിത് കുറേ പറഞ്ഞ് മാറ്റാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ സമ്മതിച്ചില്ല. പിക്ചർ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10 minutes ആണ് ഞാൻ ടൈം കൊടുത്തിട്ടുള്ളത്. പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വരയ്ക്കാനൊക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പിക്ചർ കാണിച്ചു തരാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് എന്തൊക്കെയാണെന്നാലും ഞാൻ കാണിച്ചു കൊടുത്തു. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ച. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവരിത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈദേഹിയാണിത്. വൈദേഹി ഇങ്ങനെ എന്തോ കാര്യത്തിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെൻസിൽ കളറാണ് കിട്ടിയിട്ടില്ല. ആ പെൻസിൽ കളറാണെങ്കിൽ റേസബിളാണ് കേട്ടോ. ആൻഡ് വേറെ 10B പെൻസിൽ കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. ആൻഡ് ആദ്യം HB കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. ആദ്യം എനിക്ക് ഇവിടെ ദൂരത്തിരുന്നിട്ട് കാണാത്തത് ഞാൻ സൂം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ. ആദ്യം ഫസ്റ്റ് തന്നെ കുറേ പുരോഗമനത്തിലെത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആരെ ജയിക്കാൻ നമുക്കറിയില്ലല്ലോ, ലാസ്റ്റാണ് അറിയാം. ആൻഡ് വൈദ്യൻ്റെ പെൻസിൽ കളർ പറഞ്ഞാൽ ഭയങ്കര കട്ടി കുറഞ്ഞ പെൻസിൽ കളറാണ്. അത് മാത്രമല്ല അത് റേസബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും കട്ടി കുറവ്. ആൻഡ് ഒന്നുകൂടെ കാണിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വന്നാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇങ്ങനത്തെ വല്ല ചലഞ്ചും അങ്ങനെയെല്ലാം കൊടുത്താൽ അവരവിടെ അടങ്ങിയിരുന്നോളും. ഒരു ട്രിക്കാണ്. ആ ട്രിക്ക് ഞാൻ യൂസ് ചെയ്തതാണ്. അവർ വീഡിയോ എടുക്കാൻ പറഞ്ഞ് പുറകെ നടന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ ചലഞ്ച് ഇപ്പോൾ ശരിക്കും. ആൻഡ് ഇവർ കുറേ നേരമായി വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 5 minutes കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 5 minutes ഉള്ളൂ, കളർ ചെയ്യാനൊക്കെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ആൻഡ് അപ്പോൾ വൈദേഹി വലിയ ഞാൻ ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ബട്ട് ആദ്യക്ക് കോൺഫിഡൻസ് ഉണ്ട്. വേദയ്ക്കാണ് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തത്. ബിക്കോസ് ആ സ്കെച്ച് കിട്ടിയതോടെ തന്നെ അവൾ ഡള്ളായിട്ടുണ്ട്. ഈ പിക്ചർ സ്കെച്ച് കിട്ടിയപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ പിക്ചർ കണ്ടപ്പോഴത്തേനും വേദ ആകെ ഡള്ളായിട്ടുണ്ടായിരുന്നു. ആദ്യം വൈദേഹിക്കും പിന്നെ അത്യാവശ്യം ലൈറ്റർ കളേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വേദ അവിടെ നിന്ന് ഷെയ്ഡ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഷെയ്ഡ് ചെയ്യരുത്, കളർ തന്നിട്ടുള്ളത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ ഷെയ്ഡ് ചെയ്യലൊക്കെ നിർത്തി. എനിക്ക് ആകെ തലവേദന വയറുവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഒരു കസാരയിലൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ സാധാരണ അവർക്ക് നിന്നിട്ടൊക്കെ നല്ല വൃത്തിക്ക് എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര അലസമായിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫോണിലില്ല, റെഡ്മിയിൽ എടുക്കുന്നതുകൊണ്ട്. ആൻഡ് പിന്നെ എൻ്റെ എടുപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ആൻഡ് എന്തായാലും ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇനി ഒരു 2 വട്ടം കാണിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി പെയിൻ്റ് അടിക്കാൻ നേരത്ത് കളർ ചെയ്യാൻ നേരത്ത് മാത്രമേ കാണിച്ചു തരുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ടൈമിൽ അപ്പോഴേ കാണിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ പൊക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടതാ. വേദ വൈദേഹിനെ പൊക്കുന്നു, വൈദേഹി വേദേനെ പൊക്കുന്നു, ആദി വേദേനെ പൊക്കുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് എന്തൊക്കെയായാലും ഇറേസർ ഒന്നേ ഉള്ളൂ കേട്ടോ ഗൈസ്. അത് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് വേദയ്ക്ക് വിശ്വാസമൊക്കെ പോയി തുടങ്ങി. ബിക്കോസ് സ്കെച്ച് കിട്ടി ആ പിക്ചർ ഇട്ട് വന്നപ്പോഴേക്കും അവൾ ആകെ ഡൗട്ടായിട്ടുണ്ടായിരുന്നു അല്ലേ വേദ? ആൻഡ് എന്തൊക്കെയായാലും അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല അവരിങ്ങനെയൊക്കെ വരയ്ക്കുന്നു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ കേട്ടോ. ശരിക്കും സർപ്രൈസായി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാം നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഏകദേശം ഇനി അവസാനം ഒരു 3 മിനിറ്റും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചിത്രം കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് 3 minutes ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു എക്സ്ട്രാ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു 3 മിനിറ്റും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ്
우연히 섰은 것도 잘못인가요? 나 차가운 도시의 따뜻한 여잔데 그냥 좋아한단 말도 안 되는가요? 솔직하게 난 말하고 싶어요. 사라져 아니 사라지지 마. 내 맘을 보여줘 아니 보여주지 마. 하루 종일 말이 അപ്പോൾ എന്തായാലും ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ്. 5 4 3 2 1 ആൻഡ് ടൈംസ് അപ്പ്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു. കുട്ടികളെ വരച്ച് കഴിഞ്ഞാൽ അവിടെ ആരെ വരയ്ക്കുന്നു? മതി മതി നിർത്ത് ആദ്യം നിർത്തുക ആദ്യം പ്ലീസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഓരോരുത്തർ പിക്ചേഴ്സ് പൊന്നിച്ച് പിടിക്കാൻ പറഞ്ഞപ്പോൾ പൊന്നിച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. വൈദേൻ്റെ ആണോ, ആദിയുടെ ആണോ, വേദേൻ്റെ ആണോ, അല്ലെങ്കിൽ സ്കെച്ചാണോ, പെൻസിൽ കളറാണോ, ക്രയോൺസ് ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തായാലും ഇതിൽ ഞാനൊരു ഫസ്റ്റ് കൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ബിക്കോസ് ഇത് കുട്ടികളുടെ ഓരോരോ കഴിവ് ഇതാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഒരു ചാലഞ്ച് എന്നുള്ള രീതിക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ കുട്ടികൾ വരച്ചിട്ടുണ്ട്. ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ഷെയർ.